ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് യൂട്യൂബിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആസ്ക് മീ എനിത്തിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതല്ലാണ്ട് എനിക്ക് റിപ്പീറ്റഡ്ലി എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസേഴ്സ് എല്ലാം കൂടെ ആയിട്ട് ഒരു Q&A സെക്ഷൻ പോലെയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മളെ ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഫ്ലവർ ഫിക്സ് ചെയ്യുന്ന സ്പോഞ്ചിൽ യൂസ് ആകുന്ന ഗം ഏതാണെന്ന് പറയുമെന്നാണ്. അപ്പം ആക്ച്വലി ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗം വന്നിട്ട് ഗ്ലൂഗൺ തന്നെയാണ്. പിന്നെ ഞാൻ സ്പോഞ്ചസിന് മോള് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ഈ ഒരു സ്പോഞ്ച് ഒട്ടിക്കുക എന്നുള്ളത്. നമ്മൾ ഗ്രീൻ കളറിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സ്പോഞ്ചിന്റെ പേരാണ് ഒയാസിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു സ്പോഞ്ച് വന്നിട്ട് നമുക്ക് ഫ്ലവർ ഷോപ്സിൽ അതുപോലെ തന്നെ ക്രാഫ്റ്റിന്റെ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സ്പോഞ്ച് വന്നിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സ്പോഞ്ച് നമുക്ക് വാട്ടർ ഫിൽ ചെയ്തിട്ടാണ് നമുക്ക് ഫ്ലവേഴ്സ് വെക്കാൻ ഇത് ഏറ്റവും നല്ലത്. പക്ഷെ ഇത് മെയിൻലി നമ്മൾ വാട്ടർ ഫിൽ ചെയ്യുന്നത് നമ്മളെ ഫ്രഷ് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടാണ്. ഫ്രഷ് ഫ്ലവേഴ്സ് നമുക്ക് ആ ഒരു അത് വാടി പോവാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ഫിൽ ചെയ്തിട്ട് വാട്ടർ ബേസ് അതിന് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു സ്പോഞ്ചാണ് ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ ഡൗട്ടാണ് എങ്ങനെയാണ് ട്രോളിന്റെ മുകളിൽ നമ്മൾ ഫ്ലവേഴ്സ് പ്ലേസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ട്രോളിന്റെ മുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല പോലെ ഫ്ലവേഴ്സ് അത് അവിടെ നിൽക്കണേ കുറച്ച് വെയിറ്റ് ഉള്ള സാധനമല്ലേ. അതുപോലെ തന്നെ നമ്മൾ ട്രോളി സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഫ്രണ്ടിലാണ് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ആ ഒരു ഫ്ലവർ അവിടെ നിർത്തും. ബിക്കോസ് ആ ഒരു ഫ്ലവറിന് നല്ല വെയിറ്റ് വരും. അപ്പൊ നമുക്കത് വീണ് പോകാണ്ട് അവിടെ സ്പോഞ്ച് അവിടെ നിർത്തണം. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ട്രിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ രണ്ട് കുറച്ച് വലുപ്പമുള്ള റിബൺ എടുത്തിട്ട് ഈ ഒരു ട്രോളിന്റെ മുകളിൽ സെലോ ടാപ്പ് വെച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യും. ആ ഒരു റിബൺ തന്നെ കുറച്ച് വീതിയിലാണ് എടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു സ്പോഞ്ച് പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു റിബൺ വെച്ചിട്ട് ആ ഒരു സ്പോഞ്ച് കെട്ടിക്കൊടുക്കും രണ്ട് സൈഡിലായിട്ട്. അതായത് മുകളിലും താഴത്തായിട്ട് അങ്ങനെ കെട്ടിക്കൊടുക്കും. അപ്പൊ കുറച്ചൊരു ഉറപ്പിൽ അവിടെ നിൽക്കും. എന്നിട്ട് രണ്ട് സെലോ ടാപ്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് ഫോർ സൈഡ്സും ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ ട്രോളിന്റെ മുകളിൽ ഈ ഒരു സ്പോഞ്ചസ് പ്ലേസ് ചെയ്യുന്നത്. ഇനിയിപ്പോ ബാക്കിയുള്ള ട്രേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ബോക്സ് ഈ ഒരു സ്പോഞ്ച് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് പ്ലേസ് ചെയ്താൽ തന്നെ മതി. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ടൂത്ത് പിക്സ് ഇല്ലേ, ടൂത്ത് പിക്സ് വാങ്ങിച്ചിട്ട് ഈ ഒരു ഫ്ലവറിന്റെ അടിഭാഗത്ത് കയറ്റി കൊടുത്തിട്ട് നമുക്ക് സ്പോഞ്ചിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ടൂത്ത് പിക്സ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്കത് കുത്തിക്കൊടുക്കാം ഈ ഒരു സ്പോഞ്ചിന്റെ മുകളിലേക്കായിട്ട്. ഇനിയല്ല തെർമോകോൾസ് ഞാൻ തീരെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്രീൻ കളർ സ്പോഞ്ചും അതുപോലെ തന്നെ നമുക്ക് വേറൊരു സ്പോഞ്ച് ഉണ്ട്. അതിന്റെ നെയിം വന്നിട്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ സോഫന്റെ ഷോപ്സ് ഒക്കെ അല്ലേ, സോഫ അതിന്റെ മെറ്റീരിയൽസ് കാര്യങ്ങളുള്ള ഷോപ്സ്, അങ്ങനത്തെ ഒക്കെ ഷോപ്പിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ബൊക്കേസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സ്പോഞ്ച് വന്നിട്ട് അതാണ്. ആ ഒരു സ്പോഞ്ച് നമുക്ക് ഈ TV പുതിയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് ആ ഒരു ടൈപ്പ് സ്പോഞ്ച് കിട്ടാറുണ്ട്. തെർമോക്കോൾ അല്ലാണ്ട് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്പോഞ്ച് ആണ് അത്. അതിന് മുകളിൽ നമുക്ക് സ്റ്റിക്സ് ഒക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ നിൽക്കും. ഞാൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ ഒരു സ്പോഞ്ചിന്റെ നെയിം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും താഴത്ത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ പൊതുവെ സ്റ്റിക്ക് ചെയ്യാറുള്ളത് സ്പോഞ്ചസ്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂഗൺ തന്നെയാണ്. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം പെട്ടെന്ന് പോവുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഈ ബൊക്കയും ഹാമ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്ന് പറയുമെന്നുള്ളത്. അപ്പൊ ബൊക്കേസ് ഞാൻ പാക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ബൊക്കേസ് കൊറിയർ ചെയ്യുന്നത് കുറച്ച് കുറവാണ്. മുന്നേ ഞാൻ ഒരുപാട് ബൊക്കേസ് ഞാൻ കൊറിയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ എനിക്ക് വേണ്ട ഒരു സൈസിലേക്ക് ഒരു ഒരു ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ബൊക്കേസും വെച്ച് കൊറിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബോക്സസ് ഞാൻ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 300-400 എടുത്ത ബോക്സസ്, കാർഡ്ബോർഡ് ബോക്സസ്. എന്നിട്ട് ആ ഒരു ബോക്സിന്റെ ഉള്ളില്
അതിങ്ങനെ മടക്കി വെക്കുന്ന ബോക്സ് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളിപ്പം റിബൺ ബോക്സസ് ഒക്കെ നമ്മൾ നേരെ ആക്കൂലേ, അതുപോലെ തന്നെ ആ ഒരു ബോക്സ് നമുക്ക് ഇങ്ങനെ ബോക്സിന്റെ ഷേപ്പിലാക്കാം, ആക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ബോക്സസ് ആണ്. കാർഡ്ബോർഡ് അത്യാവശ്യം വലിപ്പമുള്ള ബോക്സസ് ആണ്. അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കസ്റ്റം ചെയ്ത് ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ കുറച്ച് ബോക്സസ് നിങ്ങൾ ചെയ്തെടുത്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് ബൊക്കേസ് ആദ്യം ബബിൾ റാപ്പിൽ നല്ലോണം റാപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു ന്യൂസ് പേപ്പറിൽ എങ്ങാനും ഒന്നും കൂടി റാപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ പാക്ക് ചെയ്യുന്ന ഒരു പിക്ചർ അതിന്റെ സൈഡിലായിട്ട് ഇവിടെ കൊടുക്കാം, എങ്ങനെയാണ് ഞാനത് പാക്ക് ചെയ്തിട്ടുണ്ടെന്ന്, ബൊക്കേസ് പാക്ക് ചെയ്തതെന്ന്. ഹാമ്പേഴ്സ് പിന്നെ നോർമലി നമ്മൾ ക്ലിയർ റാപ്പ് വെച്ച് റാപ്പ് ചെയ്യുക, ബബിൾ റാപ്പ് വെച്ച് റാപ്പ് ചെയ്യുക, പിന്നെ ഫ്രജൈലിന്റെ സ്റ്റിക്കർ ഒട്ടിക്കുക, അങ്ങനെയൊക്കെ റാപ്പ് ചെയ്താൽ മതി. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻഗേജ്മെന്റ് ഹാമ്പേഴ്സ് എങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നത്. ഞാൻ എൻഗേജ്മെന്റ് ഹാമ്പേഴ്സ് ഞാൻ പൊതുവേ അങ്ങനെ കൊറിയർ ചെയ്തിട്ടില്ല. ഞാൻ നിയർ ബൈ പ്ലേസസിലുള്ള ഹാമ്പേഴ്സ് ആണ് കൂടുതലും എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കുറെ ദൂരത്തൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് വന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ ചോദിക്കും. എന്നിട്ട് പറ്റാത്തൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലൈക്ക് വേറെ ആൾക്കാരൊന്നും ഇല്ല ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ പകുതി ദൂരം കൊണ്ട് കൊടുക്കും, പകുതി ദൂരം അവർ വരും. അങ്ങനെയെല്ലാം ഡെലിവറി ചെയ്ത ഒരുപാട് എൻഗേജ്മെന്റ് ഹാമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ മെയിൻലി എടുത്തിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര് അടുത്തൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലാണ് മെയിൻ ആയിട്ട് എൻഗേജ്മെന്റ് ഹാമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ബോക്സ് ടൈപ്പ് ഒക്കെ ഉള്ള ഹാമ്പേഴ്സ് ടൈപ്പിലാണ് കൊറിയർ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഈ ഹോം പിക്കപ്പ് ഓർ നിയർ ബൈ പ്ലേസസിലേക്കുള്ള ഡെലിവറീസ് തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് പാക്കിങ്ങിന്റെ കാര്യം വന്നിട്ടുള്ളത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ഇത്ത ഹാമ്പേഴ്സ് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനോട് എങ്ങനെയാണ് റേറ്റ് പറയാ? ഇത് ഞാൻ മുന്നത്തെ വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാമ്പേഴ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ നമുക്ക് ചെലവായിട്ടുള്ള പൈസ, നമുക്ക് എത്രയാണോ എക്സ്പെൻസ് പ്ലസ് അതിനൂടെ നമ്മൾ അധ്വാനത്തിലുള്ള ഒരു മേക്കിംഗ് ചാർജ്, അതിപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്. ഒരുപാട് പേഴ്സണൽ മെസ്സേജ് എനിക്ക് വരാറുണ്ട്. അപ്പം ഫസ്റ്റ് ടൈം ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് കുറച്ചെടുത്തിട്ട് മേക്കിംഗ് ചാർജ് പറയാം. പിന്നെ ഓർഡേഴ്സ് ഒക്കെ കിട്ടി തുടങ്ങുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, പ്രോഫിറ്റിന്റെ മാർജിൻ കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ തന്നെ എത്രയാണോ നമുക്ക് എക്സ്പെൻസ്, ടോട്ടൽ എക്സ്പെൻസ് പ്ലസ് മേക്കിംഗ് ചാർജ്, അങ്ങനെ തന്നെ ആണ് വരിക. പിന്നെ ഓരോ ഇറ്റ് ഡിപ്പെൻസ് ആണ് ഓരോന്നിനും. നമുക്ക് ഓരോ സാധനത്തിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ചിലപ്പോൾ എനിക്ക് തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ ചിലപ്പം എനിക്ക് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും അതേസമയം വേറെ സ്ഥലത്തുള്ള ആൾക്കാർക്ക് തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അവർക്ക് അതിന്റെ എക്സ്പെൻസ് കൂടി ചിലപ്പോൾ അതിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് പറഞ്ഞപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് വയനാട്ടില്. സോ നമുക്കിവിടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് അവിടെ വയനാട്ടിൽ അവൈലബിൾ അല്ല. ഹാമ്പർ മേക്കർ എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഇപ്പം ഒരു പ്രിന്റിന് ഒരു 35 റുപ്പീസ് ഒക്കെ ആണെങ്കിൽ അറ്റ് ദ സെയിം ടൈം അവർക്ക് അവിടെ 60 അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ 60+ റുപ്പീസ് വരുന്നുണ്ട്. അപ്പം അപ് ടു ഓരോരുത്തരെയും വെച്ച് നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ റേറ്റും കാര്യങ്ങളെല്ലാം മാറും. അപ്പം നിങ്ങളെ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങളെ പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ ഓർഡേഴ്സ് കൂടുതൽ കിട്ടിത്തുടങ്ങുന്നതിന് വെച്ച് കുറച്ചായിട്ട് പ്രോഫിറ്റ് മാർജിൻ കൂട്ടി കൂട്ടി കൊണ്ടുവരാം. ഓക്കെ. ട്രോളി ബാക്കിൽ എങ്ങനെയാ ഔട്ട്സൈഡ് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. സെയിം നേരത്തെ പറഞ്ഞ പോലെ റിബൺസ് ഒട്ടിച്ചു കൊടുത്തിട്ട് സ്പോഞ്ച് വെച്ചിട്ട് റിബൺ കെട്ടി കൊടുക്കുക സ്പോഞ്ചിന്റെ മുകളിലേക്കായിട്ട്. അതിന്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കാം. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 4 സൈഡ്സിലും ഈ ഒരു ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഡബിൾ സൈഡ് ഒട്ടിച്ചു കൊടുക്കുക, സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. മാക്സിമം എന്തൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ബിക്കോസ് അത് കുറെ നേരം നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലേ അത് നിൽക്കുള്ളൂ. ഓക്കെ. നിങ്ങൾ ചെയ്യുന്ന ഹാമ്പർ ബോക്സസ് ഒക്കെ ഓർഡർ തന്നാൽ കിട്ടുമോ? ബോക്സ് മാത്രം? യെസ്, ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സെയിൽ പ്രോഡക്ട്സ് എന്നും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതും. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. അതിൽ കുറെ ഓഫേഴ്സുള്ള പ്രോഡക്ട്സ് എല്ലാം ഞാൻ ഇടാറുണ്ട്.
അതുപോലെ തന്നെ ഞാൻ എൻ്റെ വർക്ക്സിൽ കാണുന്ന ഒരുവിധം ബോക്സസ് എല്ലാം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആക്രിലിക് ബോക്സിന്റെ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആക്രിലിക് ബോക്സസ് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് ഡാമേജ് വരും. കൊറിയറിന്റെ കാര്യം നമുക്ക് തീരെ ഉറപ്പ് പറയാൻ പറ്റില്ല. ഭയങ്കര കെയർലെസ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ, നമ്മൾ എത്ര ഫ്രെഡ്ജൈലിന്റെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞാലും ഹാൻഡിൽ വിത്ത് കെയറിന് അതിന്റെ മുകളിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്നും കാര്യമില്ല. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ് പിന്നെയൊക്കെ. പിന്നെ വന്നിട്ട് GCC കൺട്രീസിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നാട്ടിൽ നിന്ന് ഫോളോവേഴ്സ് കൂട്ടാൻ വാട്ട് വി ഡു ഇഫ് ദേ ഫോളോയിങ് എസ്, നമ്മുടെ റീച്ച് കുറയോ? അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. GCC കൺട്രീസിലായാലും ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഫോളോവേഴ്സും ഉണ്ട്. അതായത് നാട്ടിൽ നിന്ന് GCC കൺട്രീസിലുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ, ഇപ്പം നാട്ടിലുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഓരോരോ ഓപ്ഷൻ ചിലപ്പം നമ്മളെ പോലുള്ള ഹാമ്പർ മേക്കേഴ്സ് തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ഫോളോവേഴ്സ് കുറയുന്നൊന്നും എനിക്ക് തോന്നില്ല. ഫോളോവേഴ്സ് കൂടാൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അൽഗോരിതം വെച്ചിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ റീൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 3 സെക്കൻഡ്സ് ആ ഒരു റീലിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് 3 സെക്കൻഡ്സ് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പുതിയൊരു അൽഗോരിതത്തിൽ ഉണ്ട് എന്നൊക്കെയാണ് ഒരുപാട് ഞാൻ കുറെ ഇങ്ങനെ പോസ്റ്ററിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻഗേജ്മെന്റ് ഹാമ്പർ ഡെലിവറി ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ പ്ലീസ് ഹൗ പാക്ക് ഡെലിവറി? സെയിം ആൻസർ. ഞാൻ കൊറിയർ ചെയ്യാറില്ല, അധികവും പിക്കപ്പ് ആൻഡ് ഡെലിവറി ആണ്. എൻഗേജ്മെന്റ് ഹാമ്പർ, ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ. പിന്നെ ഒരുപാട് ചിലപ്പം ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, നല്ല പേജസ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മാത്രമല്ല യൂട്യൂബിലും ഷോർട്സ് ആയിട്ട് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹോണസ്റ്റ്ലി വിയ യൂട്യൂബ് ത്രൂ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ. അപ്പം നിങ്ങൾ ഷോർട്സ് ആണെങ്കിലും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സെയിം സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിലും കൂടി ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. അതെന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഈ ഒരു ആസ്കിങ് ക്വസ്റ്റ്യൻ ഇട്ടതിന്റെ അടിയിൽ വന്ന ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസിലെല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ താഴത്തായിട്ട് അത് കമന്റ് ചെയ്യാം. അപ്പം അതിന്റെ ആൻസേഴ്സ് ആയിട്ട് ഇൻഷാല്ലാ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.